നയന വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആദർശിനോട് രാവിലെ പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറയാണ്. ആദർശ് പറയാണ്, അതിനെന്താ നയന, നീ പോയിട്ട് വാ, ഞാൻ കാറിൽ കൊണ്ടുവിടാമെന്ന് പറയുമ്പോഴേക്കും വേണ്ട ആദർശേട്ടാ, എനിക്ക് കടയിലൊന്ന് കയറണം, കുറച്ച് അത്യാവശ്യമായിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യാനുണ്ട്, ആ നന്ദുവിനൊക്കെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണം, അതിനെന്താടോ ഞാനും കൂടെ വരാം. ആദർശേട്ടനല്ലേ പറഞ്ഞത് ഓഫീസിലെ മീറ്റിംഗ് ഉണ്ടെന്ന്, അതുകൊണ്ട് ആദർശേട്ടൻ ബുദ്ധിമുട്ടണ്ട, ആദർശേട്ടൻ പോയിട്ട് വാ, ഞാൻ ഓട്ടോയ്ക്ക് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. തനിക്ക് ക്യാഷ് വല്ലതും വേണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലാതെ ചേട്ടാ, എൻ്റെ ക്യാഷൊക്കെ ആവശ്യത്തിനുണ്ടെന്ന് പറയാണ്. എന്നാൽ ശരി, താൻ പോയിട്ട് വാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന വീട്ടിൽ നിന്നും പോവാണ്. ഈ സമയത്ത് അങ്ങനെ ദേവനിക്കൊക്കെ നയനോട് കുറച്ചൊക്കെ സ്നേഹമുള്ള സമയത്തൊക്കെയാണ് കേട്ടോ ഈ ഒരു സംഭവം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകുന്നത് അഭി മുകളിൽ നിന്നും കാണുന്നുണ്ട്. ഇവളിപ്പോ എങ്ങോട്ടായി പോന്നേ എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. താഴേക്ക് വന്നിട്ട് ജലജോട് ചോദിക്കാണ്, അല്ലമ്മേ ആ നയന അവൾ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കാണ്. അതെടാ അവൾ അവളുടെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ പോയേക്കുന്നേ എന്ന് പറയുന്നുണ്ട്. എന്താടാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലമ്മേ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ മുകളിലത്തെ നിലയിലേക്ക് വന്നിട്ട് അഭി ഫോൺ ചെയ്യുന്നുണ്ട്. എടാ എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയാണ്. എന്താ സാറേ വല്ല കോളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടുണ്ട്, അന്ന് ഞാൻ ഒരാളെ തട്ടിക്കൊണ്ട് പോകുന്നതിനൊക്കെ ഒരു കൊട്ടേഷൻ തന്നില്ലായിരുന്നോ, അവളെ ഒന്നുകൂടെ ഒന്ന് തട്ടിക്കൊണ്ട് പോകാനല്ല, അവളെ ഇടിച്ച് തെറിപ്പിക്കാനാ, അവളെ ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഏറ്റു സാറേ, ഞാൻ ഈ ലൊക്കാലിറ്റി തന്നെ ഉണ്ട്, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വന്നേക്കാന്ന് പറയുന്നുണ്ട്. വേണ്ട വേണ്ട, എൻ്റെ വീടിൻ്റെ പരിസരത്ത് നീ വന്നു പോയേക്കല്ലേ, ഞാൻ വീട്ടിൽ തന്നെയാണ്, ഞാൻ നിനക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്തേക്കാം, നീ എന്നെ കാണാൻ വരിക പോലും ചെയ്യണ്ട, നീ വേറെ ഒന്നും ചെയ്യണ്ട, എങ്ങനെയെങ്കിലും ഒരു വണ്ടി ഒപ്പിക്കുക, നേരെ പോയിട്ട് അവളെ ഇടിച്ച് തെറിപ്പിക്കുക, ഇത്രയും ചെയ്താൽ മതി, വേണമെങ്കിൽ അവളുടെ ഫോട്ടോയെങ്കിലും ഞാൻ അയക്കാമെന്ന് പറയുമ്പം ഫോട്ടോയൊക്കെ എൻ്റെ ഉണ്ട് സാറേ, അത് സാരമില്ലെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അയാൾ വരുന്നുണ്ട്. അയാൾ വന്നിട്ട് ഒരു ലോറിയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലോറിയും കൊണ്ട് വരികയാണ്. ഈ സമയം നയന ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ വീടിൻ്റെ മുറ്റത്ത് കാത്തിരിക്കായിരിക്കും. അങ്ങനെ അവിടെ ഒരു ഓട്ടോ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ആ ഓട്ടോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സാറേ അവൾ ഒരു ഓട്ടോയ്ക്ക് കയറി എന്ന് പറയുമ്പോഴേക്കും അവളിനി ചെന്ന് ഇറങ്ങുന്നത് ഒരു പക്ഷേ വീട്ടിലായിരിക്കും. നീ നോക്ക്, അവൾ ഇടയ്ക്കെങ്ങനെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് തീർത്തേക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ അവൾ ഓട്ടോയിൽ നിന്ന് എപ്പോഴേലും ഇറങ്ങുമോ നീ ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ ഇവളെ ഫോളോ ചെയ്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അവളൊരു സ്ഥലത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അങ്ങനെ അവിടെ ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങി അവൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ഷോപ്പൊക്കെ ചെയ്തിട്ട് അവൾ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ റോഡിന് നടുക്കൂടെ ക്രോസ് ചെയ്ത് വരുന്നത് ഇയാൾ കാണുന്നുണ്ട്. ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് നയനനെ ആ ലോറിയും കൊണ്ട് വന്നിട്ട് ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെ വീഴുന്നെന്ന് വെച്ചാൽ ശരിക്കും അവൾക്ക് അടി സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബോധമൊക്കെ ഇല്ലാതെ കിടക്കാണ്. ഈ സമയത്ത് എല്ലാവരും ചുറ്റും കൂടി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒരാൾ വന്നിട്ട് ആംബുലൻസ് വിളിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആംബുലൻസ് വന്നിട്ട് എത്രയും പെട്ടെന്നുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുണ്ട്. അങ്ങനെ ആദർശം ഓർക്കാണ് നയന വീട്ടിൽ പോയല്ലോന്നൊക്കെ ഓർത്ത് ആദർശം ഓഫീസിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ നയന സർപ്രൈസ് ആയിട്ടായിരിക്കും നന്ദുവിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആരോടും അവൾ ആ കാര്യം പറഞ്ഞിരുന്നില്ല. ആദർശം എന്നിട്ട് ഉറക്കാണ്, ഒന്ന് വിളിച്ചു നോക്കിയാലോ അവൾ എവിടത്തേന്ന്. വേണ്ട, അല്ലെങ്കിൽ അവൾ മനസ്സമാരുടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വീട്ടിൽ പോയി കുറച്ചൊരു സന്തോഷമായിട്ടിരിക്കട്ടെ, ഈ സമയത്ത് ഞാൻ അവളെ ശല്യപ്പെടുന്നത് ശരിയല്ല എന്ന് ആദർശം ഓർക്കാണ്. അങ്ങനെ കുറേ നേരം കഴിയുന്നുണ്ട്. ഈ സമയത്ത് നയനേനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവളുടെ ഒരുപാട് ബ്ലഡൊക്കെ ലോസ് ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് അവൾക്ക് ഓപ്പറേഷനൊക്കെ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പുറത്തേക്ക് വന്നിട്ട് അവളെ കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവറോട് ചോദിക്കുകയാണ്, ഈ കുട്ടി ആരാണെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പം ഇല്ല സാർ, റോഡിൽ വണ്ടി ഇടിച്ച് കിടന്നാ, ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാന്ന് പറയുമ്പോഴേക്കും അതൊക്കെ അന്വേഷിക്കണ്ടോടോ, ഇവർ അതിന് ഫോൺ വല്ലതും കിട്ടിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഇതാ ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത് ലോക്കാണ്, അങ്ങോട്ടേക്ക് കോൾ ചെയ്യാൻ പറ്റില്ലല്ലോ, ഇതുവരെ ഇതിലേക്കൊരു കോൾ വന്നിട്ടില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഓർക്കാണ്, ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ആ കൃത്യസമയത്ത് തന്നെ ആദർശ് അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു ആംബുലൻസ് ഡ്രൈവർ സാറേ ഒരു കോള് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹലോ എന്ന് സൗണ്ട് കേൾക്കുമ്പം ആദർശ് ഓർക്കാണ്, ഇതാരെ സംസാരിക്കുന്നതെന്ന് എന്ന് ചോദിക്കുകയാണ്. ഹലോ നയന, നീ എവിടാന്ന് ചോദിക്കുമ്പോഴേക്കും ഹലോ സാർ, ഇത് സാറിൻ്റെ ആരാന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ വൈഫിൻ്റെ ഫോണായത്, താനാരെന്ന് ചോദിക്കുമ്പോൾ സാർ ഞാൻ ആംബുലൻസ് ഡ്രൈവറാ, ഈ പറയുന്ന പെൺകുട്ടി റോഡിൽ വണ്ടി ഇടിച്ച് കിടക്കായിരുന്നു, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയെന്ന് പറയുമ്പോഴേക്കും ആദർശ് ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്താ പറഞ്ഞേ, എൻ്റെ വൈഫിന് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. വണ്ടി ഇടിച്ച് റോഡിൽ കിടന്നാൽ സാറേ, ഞാൻ ഒരു ആംബുലൻസ് ഡ്രൈവറാ, ഞാൻ കൊണ്ടുവന്ന് ഇവിടുത്തെ സിറ്റി ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, താൻ പോവരുത്, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് മറ്റു ആരെ അറിയിക്കാതെ എത്രയും പെട്ടെന്ന് ഓടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും ആദർശ് വല്ലാണ്ടങ്ങ് പേടിച്ച് വരച്ചായിരിക്കും ചെല്ലുന്നത് കേട്ടോ. ചെല്ലുമ്പോഴേക്കും ICU തപ്പി ചെല്ലുകയാണ്. ICUലേക്ക് ചെല്ലുമ്പോൾ വാതിക്കൽ ആ ഡ്രൈവർ നിൽക്കുന്നത് കാണുകയാണ്. എന്താ പറ്റി എൻ്റെ ഭാര്യയ്ക്കെന്ന് ചോദിക്കുമ്പം സാറേ ബോധമൊന്നുമില്ല, ഒരുപാട് ബ്ലഡും പോയിട്ടുണ്ട്, വണ്ടി ഇടിച്ച് കിടക്കായിരുന്നു, അവിടെ കൂട്ടത്തിൽ നിന്ന് ആരും എന്നെ വിളിച്ചതാ, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്, അങ്ങനെ ഞാൻ വന്നേന്ന് പറയുന്നുണ്ട്. എന്തായാലും താൻ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും ആദർശ് അതായത് വെച്ചോന്നും പറഞ്ഞിട്ട്
അയാൾക്ക് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇയാളെ പുറത്തുനിന്ന് ആദർശ് ഇങ്ങനെ ആ ഡോറിട്ട് കൊട്ടുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഡോക്ടറെ, അതെൻ്റെ ഭാര്യയാണ്, എനിക്കൊന്ന് കാണണം, അവൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. ഡോക്ടർ പറയുന്നുണ്ട്, കുറച്ച് സീരിയസാ, എന്തെങ്കിലും പറയാൻ ഒരു 24 മണിക്കൂർ ടൈം എടുക്കും. അത് മാത്രമല്ല എത്രയും പെട്ടെന്ന് സർജറി ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് പറയുമ്പോൾ ഡോക്ടർ എത്രയും പെട്ടെന്ന് സർജറി ചെയ്തുകൂടായിരുന്നോ, വന്നിട്ട് ഒപ്പിട്ടാൽ പോരാന്ന് ചോദിക്കുമ്പം അതൊന്നും പറ്റില്ല, ഇതൊക്കെ ഹോസ്പിറ്റൽ റൂൾസ് ആണ്, ദാ ഇതിലൊന്ന് ഒപ്പിടുന്ന് പറയുമ്പോഴേക്കും ആദർശ് ഒപ്പിടുന്നുണ്ട്. എനിക്ക് അവിടെ നിന്ന് കാണണം, എനിക്ക് അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പം അയ്യോ അതൊന്നും പറ്റില്ല, അതൊന്നും റൂൾസിന് നിരക്കുന്നതല്ലെന്ന് പറയുമ്പം ഇല്ല എനിക്ക് ഭാര്യയെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും മാറ്റി നിർത്തി എല്ലാവരും തട്ടി മാറ്റിയിട്ട് ആദർശ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. കയറി ചെല്ലുമ്പോഴേക്കും നയനയ്ക്ക് ആകെപ്പാട് ബ്ലഡൊക്കെ പോയിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും കേട്ടോ. നയന നയന തന്നെ കുലുക്കി വിളിക്കുന്നുണ്ടെങ്കിലും നയനയ്ക്ക് ഒരു റെസ്പോണ്ടും ഇല്ല. അപ്പോഴേക്കും അവർ പറയാണ്, താങ്കൾ എത്രയും പെട്ടെന്ന് പുറത്ത് നിൽക്കാവോ, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലേ പറ്റുള്ളൂ, അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് പുറത്തേക്ക് ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് വളരെ മാനസികമായി തകർന്നടിഞ്ഞ അവസ്ഥയിൽ പുറത്തേക്ക് വന്നിങ്ങനെ കസേരയിൽ തലയും വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് മുത്തശ്ശനോടൊക്കെ പറഞ്ഞാൽ മുത്തശ്ശൻ ആകെപ്പാടെ പേടിച്ചു പോകും. ഇനി ഞാൻ എങ്ങനെ ഇത് മറച്ചു വെക്കും, അവൾ വീട്ടിലേക്ക് പോയെന്നുള്ള വിചാരത്തിലാണല്ലോ വീട്ടിലെല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ വീട്ടിൽ ചെന്നില്ല എന്നുള്ള കാര്യം അവളുടെ അമ്മയെങ്ങാനും വിളിച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ ആകെപ്പാടെ കുളമാകും. എന്താ ചെയ്യാന്ന് ആദർശ് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഈ സമയത്ത് എത്രയും പെട്ടെന്ന് ഈ കാര്യം അനിയോട് പറയാമെന്ന് വിചാരിക്കാൻ കേട്ടോ. അങ്ങനെ ആദർശ് അനിയെ വിളിച്ചിട്ട് നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വന്ന് പറയുമ്പോഴേക്കും എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അതൊക്കെയുണ്ട്, നീ ഇങ്ങോട്ട് വാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനിയോട് അനാമിക ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഇങ്ങോട്ടാ പോകുന്നു ചോദിക്കുമ്പോഴേക്കും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ, ആദ്യശേട്ടം വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ഓഹോ അയാൾ വിളിച്ചോടനെ വാലും ചുരുട്ടി നിങ്ങൾ പോവാണോ, നിങ്ങൾക്ക് ഇവിടേക്ക് നിന്നാൽ പോരെന്ന് ചോദിക്കുന്നുണ്ട്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അനി അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ജലജ എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല അവൻ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുമ്പോഴേക്കും എന്തോ ഹോസ്പിറ്റലിലേക്ക് പോവാണെന്ന് പറഞ്ഞ് പോയേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ട് അനാമിക അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് ജലജ പോയിട്ട് അവയോട് പറഞ്ഞിട്ട് ഈ കാര്യം അനീനെ എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് ആദർശ് ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചു. എന്തോ കാര്യമായി കുഴപ്പമുണ്ടെന്ന് പറയുമ്പം കാര്യമായി കുഴപ്പമല്ലമ്മേ, വലിയൊരു സന്തോഷമാണുള്ളതെന്ന് പറയാണ്. എന്താടാ നീ എന്താ പറഞ്ഞിരുന്നെന്ന് ചോദിക്കുമ്പം അവളുണ്ടുള്ള നയന അവളുടെ കാര്യം ക്ലോസ് ആവാറായമ്മേ, അവളാ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ആരോടും പറഞ്ഞില്ലേ, ഞാൻ പോയി പറയട്ടെ എന്ന് പറയുമ്പം അമ്മ ഇപ്പം ആരോടും പറയണ്ട, അതൊരു ബോംബ് പോലെ ഈ വീട്ടിൽ പൊട്ടുന്നത് നമുക്ക് കണ്ട് ആസ്വദിക്കണ്ടേമേ, അതുകൊണ്ട് ഇപ്പം ആരോടൊന്നും പറയണമെന്ന് പറയുന്നുണ്ട്. എങ്കിലും എന്ന് പറയുമ്പോൾ വേണ്ടമ്മേ ആരോടൊന്നും പറയണ്ട, അതിനൊക്കെ സമയം വരട്ടെ, അവളെ നീ എന്താടാ ചെയ്തെന്ന് ചോദിക്കുമ്പോഴേക്കും പറയാണ്, അതൊക്കെ ഉണ്ടമ്മേ, അവൾക്ക് ഭയങ്കര അഹങ്കാരമല്ലായിരുന്നോ, കമ്പനിയിലെ ഡിസൈനർ ഹെഡായിട്ട് ജോലി ചെയ്തിട്ട് എന്നെ അവൾ എന്തൊക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് അറിയാവോ, അതുകൊണ്ട് ചെറിയൊരു പണി അവൾക്കിട്ട് ഞാൻ കൊടുത്തതാന്ന് പറയുന്നുണ്ട്. എങ്കിലും നീ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഞാൻ പറയാമേ, എന്തായാലും അവൾ ഇന്ന് ജീവനോടുണ്ടാവില്ല എന്ന് തന്നെ അവന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി സ്റ്റോറി നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.